അപ്പോൾ നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിനെ പറ്റിയിട്ടും ഡെക്കഡോറോബോളിനെ പറ്റിയിട്ടുള്ള പിന്നെ ഡൈനാബോളിനെ പറ്റിയിട്ടുള്ളൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോൾഡിനോനെ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ബോൾഡിനോൺ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെയിം അനബോളിക് സ്റ്റിറോയിഡിൻ്റെ ഒരു കണ്ടന്റിനാണ് ബോഡി ലീനായിട്ട് ബൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അനബോളിക് സാധനം തന്നെയാണത്. അപ്പോൾ നമുക്ക് ഈ ബോൾഡിനോൺ സാധനം ഡയറക്റ്റ് നമ്മൾ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറലി ആയിട്ടുള്ള ടെസ്റ്റോസ്ട്രോൺ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ടെസ്റ്റോസ്ട്രോൺ ആയിട്ടുള്ള സൈപ്പോണേറ്റോ എനാന്തനേറ്റോ സസ്റ്റിനോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷേ നമ്മൾ നാച്ചുറൽ ടെസ്റ്റോസ്ട്രോൺ അവിടെ സ്റ്റക്കായി നിൽക്കും, ബൂസ്റ്റ് ആവില്ല, പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുന്നത്തിൻ്റെ ഈ സാധനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ടെസ്റ്റോസ്ട്രോൺ എന്ന് പറഞ്ഞ ആ സംഭവം നിർബന്ധമായിട്ടും അതിൻ്റെ ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചെറിയ വാട്ടർ ടെൻഷൻ ഉണ്ടാവില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സംഭവം വരില്ല. നമ്മൾ ഡെക്കൊക്കെ ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് നമ്മുടെ ശരീരത്തിലൊക്കെ വാട്ടറൊക്കെ ഹോൾഡ് ചെയ്ത് നല്ലൊരു ബൾക്ക് ലുക്കായിട്ട്, അതായത് ഒരു നല്ല സൈസായിട്ടാവും നമുക്ക് തോന്നിക്കുക. പക്ഷേ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലീനായിട്ടുള്ള മാസ് ബൂസ്റ്റ് ആവുള്ളൂ, വലുതായി വരുള്ളൂ. മറ്റേതുപോലെ ഒന്നുമല്ല. മറ്റേത് ഡെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡി നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് വരിക ചെയ്യുക. ഓരോരുത്തരുടെ ബോഡി ഒരേപോലെ ഇരിക്കട്ടെ, എല്ലാവരും ഒരുപോലെ അല്ല, ഓരോരുത്തരുടെയും ഒരേപോലെ ഇരിക്കും. മറ്റേ സ്കെൽറ്റായിട്ട് നമ്മൾ ഫാറ്റൊന്നും കയറാത്തുള്ള ഒരു ബോഡിയാണെന്ന് വെച്ചെങ്കിൽ ഡെക്കയാണ് ഒന്നും കൂടെ ബെറ്റർ. നല്ലൊരു ഫാറ്റി ബോഡി ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചെങ്കിൽ, വാട്ടർ ബോഡിയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ബോഡിയിലാണായിരിക്കും യൂസ്ഫുള്ളായിട്ട് വരിക, നല്ല ഹെൽപ്പായിട്ട് വരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സാധനം എടുക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ടെസ്റ്റോസ്ട്രോണിൻ്റെ ഒരു കോമ്പൗണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് ഒരു ഈക്വൽ ബാലൻസിങ്ങിലായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ സ്റ്റിറോയിഡ് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം, ഫസ്റ്റ് സൈക്കിൾ എങ്ങനെ ചെയ്യണം, സെക്കൻഡ് സൈക്കിൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ സിമ്പിളായിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതായത് ലീൻ മസിൽസ് ബിൽഡായി വരും, നല്ല ബോഡിയിൽ വാട്ടർ സ്റ്റോറേജ് ആയിട്ട് വരില്ല, പിന്നെ നല്ല സ്ട്രെങ്ത്തും സ്റ്റാമിനയൊക്കെ നമുക്ക് കിട്ടും. റെഡ് സെല്ലുകൾ നമ്മുടെ ബ്ലഡിലുണ്ടാവുന്ന റെഡിൻ്റെ ആ ഒരു RNB എന്ന സംഭവം അത് നല്ല ബൂസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല സ്റ്റാമിനയും പവറൊക്കെ കിട്ടും വർക്കൗട്ട് ചെയ്യാനുള്ള. ഒരു നോർമലി ആയിട്ട് പറയുകയാണെന്ന് ഒരു BP ഒക്കെ ഒന്ന് ഹൈ ആയിട്ട് വരുന്ന ഫീൽഡ് സർക്കുലേഷൻ നല്ല ഫാസ്റ്റായിട്ട് നടക്കും, നമ്മുടെ മസിൽസിലോട്ട് ഓക്സിജനെ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മളെ ബോഡി മസിൽസ് ബിൽഡ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മളെ ബോൾഡ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ അതുകൂടാതെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ഓരോ ബോഡി ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ എങ്ങനെ ചേഞ്ച് വരും, ഏതൊരു ഏരിയയിൽ ചേഞ്ച് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നും നമുക്ക് എല്ലാതും ഓരോരോ സൈക്കിളായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബോഡിയിൽ ഏതൊക്കെ ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ വരിക എന്നുള്ള നമുക്ക് പറയാൻ. കാരണം ഒരിക്കലും നല്ല വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള ലെവലായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് അവരെ കൺട്രോളിൽ പോവുകയാണെന്ന് വെച്ചെങ്കിൽ പക്കയായിരിക്കും, നല്ല രീതിയിലായിട്ട് എന്തിപ്പം നല്ല അധികം ആൾക്കാർ ഇപ്പോൾ സെൽഫായിട്ടാണ് സാധനം യൂസ് ചെയ്യാറുള്ളത്. ഡോക്ടറെ അടുത്തൊന്നും പോകാറില്ല, അങ്ങനെ ചെയ്യാതിരിക്കുക. ഡോക്ടറെ അടുത്തൊക്കെ പോയി ബ്ലഡ് വർക്കൊക്കെ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ഈ പരിപാടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അമിതമായ സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ അധികമായിട്ടൊന്നും വല്ലാണ്ട് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രൊഫഷണലായിട്ടൊരു ബോഡി ബിൽഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്ലറ്റിക്സ് ഒക്കെ ലെവലിലുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാതെ വെറുതെ അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴും അതേപോലെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നല്ല വെറുതെ ഒരു സാധനം ചെയ്തിട്ട് വെറുതെ നമ്മൾ ഇതാക്കേണ്ട. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയി പോയി കഴിഞ്ഞാൽ നല്ലതാണ്. സ്റ്റിറോയിഡ് എന്ന സാധനം ഹെൽത്തി അല്ല എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സൈഡ് എഫക്റ്റുകൾ ഇഷ്ടംപോലെ ഇതിന് വരാനുണ്ട്. എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല, എഫക്റ്റിനെക്കാളും കൂടുതൽ സൈഡ് എഫക്റ്റുകളാണ് വരാനുള്ളത്. സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട്, കിഡ്നി, ലിവർ, പിന്നെ ഹോർമോൺ ഇൻബാലൻസിങ് നടക്കും. അതിനൊക്കെ ബാധിക്കുക, ഹാർട്ട്, കിഡ്നി, ലിവറിനൊക്കെ ബാധിക്കും. ഹോർമോൺ ഇൻബാലൻസിങ് നടക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൽ മുടി കൊഴിഞ്ഞു പോകും, ശരീരത്തിൽ അവിടെ ഇവിടെ ഓരോ കുരുക്കളൊക്കെ പൊന്തി വരും, നമ്മുടെ സ്കിന്നിനുള്ള പ്രശ്നങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ സൈഡ് എഫക്റ്റ് തന്നെയാണിത് എല്ലാം കൊണ്ടും. അപ്പോൾ നല്ലൊരു നല്ലൊരു കൺട്രോളിൽ നല്ലൊരു ഫുഡൊക്കെ ഡയറ്റ് ചെയ്ത് പ്ലാനൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഏത് സാധനം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫുഡ് നമ്മൾ കൺട്രോളിൽ എത്തിക്കാൻ നോക്കുക. ഏത് ഫുഡാണോ നമ്മൾ കഴിക്കുന്നത് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. എങ്ങനത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് തുടങ്ങുന്ന ആളുകൾ ഏതൊക്കെ സാധനങ്ങൾ വെച്ച് തുടങ്ങണം. ഇതിപ്പോൾ ഞാൻ ബൾക്കിങ്ങിൻ്റെ ഒരു നോർമലായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ, ഇനിയുണ്ട് ബൾക്കിങ്ങിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ. പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നോർമലായിട്ട് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അടുത്തതിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ.